ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ സ്ഥലം ഏകദേശമുള്ളവർക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും. അത് നമ്മുടെ കോവളം ബീച്ചിൽ തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ബീച്ചിനെ കുറിച്ചുള്ള വിശേഷമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഒരു ഈവനിങ് സമയമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. എന്നാലും അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ എൻട്രി പോയിൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടുപേരും ഒരു സജഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഏറ്റവും അവസാനം വരെ കാണണമെന്നൊരു ആഗ്രഹം ഇതിനകത്തുണ്ട്. കാരണം ഇതുവരെയ്ക്കും ഏറ്റവും അവസാനം അറ്റം വരെ പോയി കണ്ടിട്ടില്ല ഈ ഒരു ഭാഗത്ത്. അപ്പം കടലിൻ്റെ അല്ല, ഈ തീരത്തിൻ്റെ അങ്ങറ്റം വരെ കണ്ടിട്ടില്ല. സോ എനിഹാവ് നമ്മൾ ഇന്ന് ഏറ്റവും അവസാനം വരെ പോയി കാണാൻ പോവുകയാണ്. ആദ്യം തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ പൈനാപ്പിൾ, വെള്ളരിക്ക അതുപോലത്തെയൊക്കെ വിൽക്കുന്ന ആൾക്കാരെയാണ് കാണാൻ പറ്റുന്നത്. നമ്മുടെ അതെല്ലാം കണ്ടിട്ട് നേരെ ഇനി നമ്മളും ഒരെണ്ണം മേടിച്ചിട്ട്, ഒന്നല്ല രണ്ടെണ്ണം മേടിച്ചിട്ട് നമ്മൾ പോകാൻ പോവുകയാണ്. ഇപ്പോൾ ഇത് കയറൊക്കെ കെട്ടിയിട്ടുണ്ട്. കാരണം നന്നായിട്ട് വെള്ളം ഇങ്ങ് കയറിയിട്ടുണ്ട്. കണ്ടോ, ഈ നേരത്തേക്ക് ഇറങ്ങി എൻജോയ് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. ഇപ്പോൾ ആക്ച്വലി എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം അങ്ങനെയെന്ന് വെച്ചാൽ കടൽ വെള്ളത്തിൽ നമുക്ക് കളിക്കാനൊന്നും പറ്റത്തില്ല. കാരണം അത്യാവശ്യം നന്നായിട്ട് കണ്ടോ, അത് കാണുമ്പോൾ മനസ്സിലാവും. ഈ കെട്ടിയിട്ടിരിക്കുന്ന അവിടം വരെ വെള്ളം വന്നിട്ടുണ്ട്. നേരത്തെ അങ്ങനെയല്ല, കുറച്ച് ഈ ഭാഗത്തൊക്കെ നമ്മൾ ഇറങ്ങി നടക്കുന്ന ഭാഗമാണ്. പക്ഷേ ഇപ്പം ഒട്ടും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അത്രയ്ക്ക് സേഫ് അല്ല ഇറങ്ങി. അതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെ കയറൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഈ ഒരു വ്യൂ കണ്ട് ഇവിടെ നിന്ന് തന്നെ ആസ്വദിക്കുകയാണ്. കേട്ടോ, അടിപൊളി വ്യൂ ആണ്. ഈവനിങ് സമയം കടലും കാണാൻ നല്ലൊരു വ്യൂ ആണ്. പക്ഷേ അത്യാവശ്യം നല്ല തിരയുണ്ട് കേട്ടോ. ഇങ്ങനെ തിര നന്നായിട്ട് അടിക്കുന്നുണ്ട്. സോ ആരെയും ഇറക്കുന്നില്ല. ഇതാ കണ്ട, അടിപൊളിയാണ്. അടിപൊളി വ്യൂ ആണ്. അത്യാവശ്യം നല്ല വലിയ തിരയാണ് വരുന്നത്, അതുകൊണ്ടായിരിക്കും. അതുമില്ലാണ്ട് വെള്ളം അങ്ങ് നന്നായിട്ട് ഫ്രണ്ടിലോട്ട് മുന്നോട്ട് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുളിക്കാനോ വേറെ കണ്ടോ എഴുതി വെച്ചിട്ടുണ്ട്, കുളിക്കാനോ വേറെ ഒരു കാര്യത്തിനും പറ്റത്തില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇതുവഴിയെ നടന്നൊന്ന് കാണുകയാണ്. എല്ലാവരും അങ്ങനെയാണ്, ആരും ഇറങ്ങിയിട്ടില്ല, ഈ ഭാഗങ്ങളിൽ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ മാങ്ങയും അതുപോലെ തന്നെ പൈനാപ്പിളും വാങ്ങാൻ വേണ്ടിയിട്ട് ഇതാ ഈ ആൻറ്റിയുടെ അടുത്ത് നമ്മൾ പോയി ഇതാ വാങ്ങുകയാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് കഴിക്കുന്ന കൂട്ടത്താണ് ഈ സംഭവം. എല്ലാവരും അങ്ങനെയാണ് ബീച്ച് സൈഡിൽ പോയാൽ. ഞാനും അതുപോലെ തന്നെയാണ്. ഇതാ നമ്മൾ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഷെയർ ചെയ്ത് മാറി മാറി കഴിക്കാൻ വേണ്ടിയിട്ട് മാങ്ങയും പൈനാപ്പിളും. എന്തോ അവിടെ പോകുമ്പോൾ ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ഹരമാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ കഴിച്ചിട്ട് അവിടുത്തെ സൺസെറ്റിലെല്ലാം സൂര്യാസ്തമയവും അതുപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുകയാണ്. ഒത്തിരി അതിൻ്റെ വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അടിപൊളിയാണ്. ഇതാ കണ്ടോ, നടുക്കൊരു പൊട്ട് വെച്ചതുപോലെ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മുടെ ഇതെല്ലാം കണ്ടിട്ടാണ് നേരെ ഇനി അടുത്ത് മുന്നോട്ട് യാത്ര പോകണം. മുന്നോട്ട് എന്തൊക്കെയാണ് അവിടെ കടകൾ, കാര്യങ്ങൾ എന്തൊക്കെയാണ് കോവളം ബീച്ചിൽ നടക്കുന്നതെന്ന് നമ്മൾ കാണണം. പിന്നെ നമ്മൾ കാണുന്ന വ്യൂ ആണ് ഇതുപോലെ മീനുകൾ വിൽക്കാൻ വേണ്ടിയിട്ടല്ല, ഫ്രഷ് മീൻ ഇങ്ങനെ കടലിൽ നിന്ന് പിടിച്ച് ഇങ്ങനെ ഐസൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ തൂക്കത്തിനനുസരിച്ച് അവർ നമുക്ക് തൂക്കി തരും. അപ്പം തന്നെ ഫ്രഷായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് തരും. അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഈ കോവളം ബീച്ചിൻ്റെ സൈഡിലുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഫോറിനേഴ്സ്, എസ്പെഷ്യലി പറയാനാണെങ്കിൽ ഒത്തിരി ഫോറിനേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. ഒത്തിരി ഫോറിനേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ നമ്മൾ സൂര്യൻ അസ്തമിക്കുന്നത് കാണണമെങ്കിൽ ഇവിടെ ചന്ദ്രൻ വന്ന് നിൽക്കുന്ന വ്യൂ നമുക്ക് കാണാൻ പറ്റും. അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ വ്യൂ ആണ്. അപ്പോൾ ഒത്തിരി പേരിങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ സമയം ഏകദേശം നമ്മൾ ഒരു 5:30 6:30 അടുപ്പിച്ചായിട്ടുണ്ട്. 5:30 ഒരു 6:30 ആയിട്ടുണ്ട്. സൂര്യൻ അസ്തമിച്ചു, ചന്ദ്രൻ വന്നു തുടങ്ങി. ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് അവർ ഇവിടെ ആക്കിയിട്ടുണ്ട്. ഓരോ റെസ്റ്റോറൻറ്റ്സിനും നല്ല അടിപൊളി കളർഫുള്ളായിട്ടുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. എല്ലാവരും അത്യാവശ്യം കാൻഡിൽ ലൈറ്റ് ഡിന്നർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് വാക്ക് ചെയ്യുന്നുണ്ട്, കുറച്ച് പേര് സീനെ നല്ലതായിട്ട് എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ വ്യൂ ഒക്കെ കണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അതുപോലെ തന്നെ അവിടെ ഇവിടെയുള്ള റെസ്റ്റോറൻറ്റ്സിൽ ഫ്രഷ് ഫിഷ് വെച്ചിട്ടുണ്ട്. കാരണം അപ്പം തന്നെ നമുക്ക് ഏതാണ് ആവശ്യം അത് കിലോ അനുസരിച്ച് നമുക്ക് വെയിറ്റും അതിൻ്റെ മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് വില പ്രൈസ് ചെയ്ത് തന്നെ അവിടെ തന്നെ ഫിഷ് ഫ്രൈ ചെയ്ത് തരും. ഫ്രഷായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. റെസ്റ്റോറൻറ്റിലെല്ലാം നമ്മൾ അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് കാണുന്നത്. എല്ലാവരും ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് പേര് അത് ഇരുന്ന് കഴിക്കുന്നുണ്ട്. അല്ലാണ്ടും നമ്മുടെ വ്യൂ ഒക്കെ കണ്ട് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ കോവളം ബീച്ചിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ.
അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോകുമ്പം നമ്മുടെ ഫോറിനേഴ്സിനെ ഒത്തിരി പേര് കാണാൻ പറ്റും. ഒരു കാര്യം നമുക്ക് എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഫോറിനേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഈ ബുദ്ധിസ്റ്റ് അങ്ങനെ കൈൻഡ് ഓഫ് വരുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഫോറിനേഴ്സെല്ലാം ഏകദേശം കുറേ പേർക്ക് ഇഷ്ടമാണ്. അവരെല്ലാം റീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് ഇങ്ങനെ വാക്ക് ചെയ്യുന്നുണ്ട്, കുറേ പേര് സൈലൻ്റായിട്ടിരുന്ന് ബുക്സ് റീഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് പേര് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, കുറേ പേര് ഫോട്ടോസ് വീഡിയോസ്, പിന്നെ കുറച്ച് പേര് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നവരുണ്ട്. അങ്ങനെ കുറേ കൈൻഡ് ഓഫ് പീപ്പിളിനെ നമുക്കിവിടെ കോവളം ബീച്ചിൽ ഈവനിങ്ങിലല്ല ഓൾ ടൈം വന്നാൽ കാണാം. എസ്പെഷ്യലി ഈവനിങ് വന്നാൽ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. നമ്മൾ ഏകദേശം അടുത്തെത്തി. ഏറ്റവും അവസാനം നമ്മുടെ ഈ വ്യൂവിൻ്റെ എൻഡിങ് പോയിന്റിൽ എത്തിയതാണ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല റെസ്റ്റോറൻ്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റേ ചെയ്യേണ്ട പ്ലേസും കാണാണ്ട് ഹോട്ടൽസ്, അതുപോലെ തന്നെ നമ്മുടെ ഓൺ ഡേ സ്റ്റേയിങ്ങിന് വേണ്ടിയിട്ടുള്ള മിനി റൂംസ് എല്ലാം കാണാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ വ്യൂ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാ അടിപൊളിയായിട്ട് ലൈറ്റെല്ലാം സെറ്റായി ഐ ലവ് കോവളം. അതുപോലെ തന്നെ എല്ലാ റെസ്റ്റോറൻറ്റ്സിലും അടിപൊളിയാണ്, വ്യൂ ആണ്. ഫ്രണ്ടിൽ നമ്മുടെ സീയുടെ വ്യൂ, ബാക്ക് സൈഡ് റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ തന്നെ ലൈറ്റ്, ഫുഡ്, ഫ്രഷ് ഫുഡ്, മീൻ, അതൊക്കെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് ലൈറ്റ് ഹൗസാണ്. അവിടെയൊന്നും കയറാൻ അലൗഡ് ഇല്ല. നമ്മുടെ ഈ വ്യൂ മാത്രം ജസ്റ്റ് ഇങ്ങനെ കണ്ട് നല്ല ആസ്വദിച്ച് തന്നെയാണ് പോകുന്നത്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ട് നമ്മുടെ എഗെയിൻ റിട്ടേൺ നടക്കുകയാണ്. അവസാന എൻഡിങ് പോയിൻ്റ് ഇതാണ്. നമ്മുടെ ആ ഭാഗത്തിലെ എൻഡിങ് പോയിൻ്റ് തിരിച്ച് നടക്കുകയാണ്. ഇതാണ് സംഭവം. നമ്മൾ നടന്ന് വരെയാണ്. ഫുള്ള് ഫ്രഷ് മീൻസാണ് ഇവിടെ ഉള്ളത്, ഫിഷസ്. അതുപോലെ തന്നെ കോൾഡ് കോഫി, ഫ്രഷ് ഗ്രീൻ ടീ, ഇതൊക്കെ. നമ്മുടെ ഒരു ഫിഷ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് തന്തൂരി ഫിഷ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാണ് എന്താണെന്ന്. അത് തന്തൂരി ഫിഷാണ്. നമുക്ക് ലൈവായിട്ട് ഇങ്ങനെ എടുക്കാനുള്ള പെർമിഷനൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു റെസ്റ്റോറൻ്റാണ്. ഈവനിങ് ടൈം നമ്മുടെ ഇത് ജസ്റ്റ് ഒന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. നമ്മൾ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തന്തൂരി ഫിഷാണ് ഓർഡർ ചെയ്തത്. അത് കഴിച്ചിട്ട് നമ്മൾ എഗെയിൻ നമ്മുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ് കേട്ടോ. ഒത്തിരി ഡ്രസ്സും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കാഴ്ചകളും കാണാൻ പറ്റും. അപ്പോൾ നല്ലൊരു അന്തരീക്ഷമാണ് നമ്മുടെ ഈ സമയത്ത് കാണാൻ പറ്റുന്നത്. ഈവനിങ് ടൈം കോവളത്ത് വന്നാൽ നല്ലൊരു വ്യൂ തന്നെ കാണാൻ പറ്റും. കടലിൽ ഇപ്പോൾ അലൗഡില്ല കേട്ടോ. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം എങ്ങും മുകളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ കളിക്കാനോ കുളിക്കാനോ ഒന്നിനും തന്നെ പറ്റില്ല കടലിൽ. ജസ്റ്റ് നമ്മുടെ വ്യൂ കണ്ട് ആസ്വദിച്ചിട്ട് നമ്മൾ റിട്ടേൺ പോവുകയാണ്. അടിപൊളി ട്രിപ്പാണ്. അടുത്തൊരു വ്യൂവുമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ. ടാറ്റാ ബൈ ബൈ, സീ യു.